കഴിഞ്ഞ ദിവസം കമൻറ്റിലൊരു ചോദ്യം കണ്ടു. വേറൊന്നുമല്ല, ഉസ്താദേ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ, മഹത്തുക്കളായ നമ്മുടെ ഉസ്താദുമാരെയൊക്കെ സ്വപ്നം കണ്ടാൽ എന്താണതിൻ്റെ ആശയം? ഞാൻ ഇടയ്ക്കിടെ ചില മഹത്തുക്കളെ നിരന്തരം സ്വപ്നം കാണാറുണ്ട്. അതിന് വല്ല ആശയവുമുണ്ടോ? പണ്ഡിതന്മാരുടെ കൈ ചുംബിക്കുന്നത് കണ്ടാൽ, അവരോടൊപ്പം ഇരിക്കുന്നത് കണ്ടാൽ എന്തൊക്കെയാണ് ആ വിഷയത്തിൽ സ്വപ്നവ്യാഖ്യാനമായി വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ നിരന്തരം ഞാനിങ്ങനെ കമൻറ്റിൽ കാണാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് മനസ്സിലാക്കിയാലോ? എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഉസ്താദുമാരെ, മഹാന്മാരായ പണ്ഡിതന്മാരെയൊക്കെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ലേ? അതിൻ്റെ ആശയം എന്താണ്? ഇൻഷാ അല്ലാഹ് ഹൃദ്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റബീഉൽ അവ്വലിലെ അതിമനോഹരമായൊരു തിങ്കളാഴ്ചയുടെ പ്രഭാതമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു സമയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ. ഇന്ന് മനോഹരമായൊരു വിഷയമാണ് നമ്മൾ പറയണത്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഉസ്താദേ, ഇന്നാലിന്ന മഹാനെ ഞാൻ സ്വപ്നം കണ്ടു, അതിന് വല്ല അർത്ഥമുണ്ടോ? ഞാൻ നിരന്തരമായി ഇന്നാലിന്ന ഉസ്താദിന് സ്വപ്നം കാണാറുണ്ട്, എന്താണതിൻ്റെ ആശയം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മൾ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചില മഹാന്മാരെ സ്വപ്നം കണ്ടിട്ടുണ്ടാവൂലേ? എന്താ അതിൻ്റെ ആശയം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നമുക്കതൊന്ന് മനസ്സിലാക്കിയാലോ? അതായത് സ്വപ്നങ്ങൾ പല ഗണത്തിൽപ്പെട്ടവയാണ്. ഒന്ന് ഹദീസുൻ നഫ്സാണ്, അതായത് നമ്മുടെ മനസ്സിൻ്റെ വർത്തമാനങ്ങൾ. അതായത് രാവിലെ നമ്മൾ സംസാരിച്ച, ചിന്തിച്ച കാര്യങ്ങളൊക്കെ രാത്രിയിൽ സ്വപ്നം കാണാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? രാവിലെ നമ്മൾ സംസാരിച്ച വിഷയം അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച വിഷയം, ഇതൊക്കെ സ്വപ്നമായി നമുക്ക് രാത്രിയിൽ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? അത് പിശാചിൻ്റെ കുതന്ത്രങ്ങളാണ്. പിശാച് പല രൂപത്തിൽ വന്ന് നമ്മെ സ്വപ്നത്തിലൂടെ ദർശനം നൽകും. ചിലപ്പോൾ പണ്ഡിതന്മാരുടെ വേഷത്തിൽ വന്നേക്കാം, ഔലിയാക്കളുടെ വേഷത്തിൽ പോലും ശൈത്വാന് വരാൻ പറ്റുമെന്നാണ്. ശൈത്വാന് പ്രാപിക്കാൻ കഴിയാത്ത ഒരേ ഒരു വേഷം ആരുടേതാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. അപ്പോൾ പിശാച് അങ്ങനെ പല രൂപത്തിൽ വന്ന് നമ്മെ പ്രലോഭിപ്പിച്ചേക്കാം, നമ്മെ ഭയപ്പെടുത്തിയേക്കാം, അതുപോലെ അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹിപ്പിച്ചേക്കാം. അങ്ങനെ പലതരത്തിൽ പിശാച് നമ്മൾ ഇറങ്ങിയിറക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചില സ്വപ്നങ്ങൾ നിരന്തരം തുടർച്ചയായിട്ട് കാണുമ്പോൾ അതിൻ്റെ ആശയമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ആശയത്തിൻ്റെ പിന്നാലെ ഓടേണ്ടതില്ല. അത് ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കാനായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നിരന്തരം ഒരേ സ്വപ്നം തന്നെ ഇങ്ങനെ കാണുമ്പോൾ മാത്രം നമ്മളൊന്ന് അർത്ഥമൊക്കെ അന്വേഷിച്ചാൽ മതി. അതിന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതായത് ചീത്ത സ്വപ്നം കണ്ടാൽ ആരോടും പറയാതിരിക്കുക, ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുക, ഈ സ്വപ്നത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവോട് കാവൽ ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വപ്നം കണ്ടാലോ, നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രം പറയാം. പറയണമെന്നൊരു നിർബന്ധമില്ല, നമുക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രം പറയാം. മനസ്സിലാവുന്നുണ്ടോ? നല്ല സ്വപ്നങ്ങൾ അത് ഫലിക്കട്ടെ, അത് ഫലിക്കാനുള്ള സാധ്യത ഏറെയാണ് നല്ല നിലക്ക് അതിനെ പരിപാലിച്ചാൽ. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം സ്വപ്നങ്ങളെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തേത് പുലരുന്നൊരു സ്വപ്നമാണ്. രണ്ടാമത്തേത് പിശാചിൻ്റെ കുതന്ത്രമാണെങ്കിൽ, മൂന്നാമത്തേത് പുലരുന്ന ചില സ്വപ്നങ്ങളുണ്ട്, അതുള്ളത് തന്നെയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനോഹരമായ ഒരു സ്വപ്നമുണ്ട്. സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പത്തിൽ കണ്ടൊരു സ്വപ്നം. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ തനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട്. യാക്കൂബ് നബിയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഉപ്പ, ഞാൻ ഇന്നാലിൻ്റെ സ്വപ്നമൊക്കെ കണ്ടു. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞാൽ, മോനിത് ആരോടും പറയല്ലേ, മോന് പ്രവാചകത്വവും അധികാരവും ലഭിക്കാൻ പോണതിൻ്റെ അടയാളാണിത്. മോനിത് ആരോടും പറയരുത് എന്ന് സയ്യിദുന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്ത് സംഭവിക്കും? അസൂയാലുക്കളാണ് ചുറ്റുള്ളത്, അപായപ്പെടുത്തും. നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്തും നടക്കണ്ട. നമുക്ക് വേണ്ടപ്പെട്ടവരെ, ഇപ്പോൾ ഭർത്താവിനോടോ ഭാര്യയോടോ അല്ല അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ അത് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെ എല്ലാവരോടും പറഞ്ഞ് നടക്കേണ്ടതില്ല, അത് അസൂയ ഉണ്ടാക്കും എന്നാണ്. ഇപ്പോൾ യാക്കൂബ് നബി പറയുന്നത് എന്താ? മോൻ ആരോടും പറയല്ലേ, ഇന്നാലിൻ്റെ കാരണങ്ങളൊക്കെ സംഭവിക്കാനുണ്ട്.
മോൻ പ്രവാചകനായേക്കും, അതുപോലെ തന്നെ അധികാരം മോനിൽ വന്ന് ഭവിച്ചേക്കാം. ഇതൊക്കെ യാക്കൂബ് നബി പറഞ്ഞു കൊടുത്തു. പിന്നീടത് പുലർന്നില്ലേ? മിസ്റിൻ്റെ അധികാരിയായി സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അറിയപ്പെട്ട പ്രവാചകരുമായി സയ്യിദുന നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഉസ്താദ്, ഇത് പ്രവാചകന്മാർ കണ്ട സ്വപ്നമല്ലേ? സാധാരണക്കാർ കണ്ടതുണ്ട്. സാധാരണക്കാർ കണ്ട എത്രയെത്ര സ്വപ്നങ്ങളാണ് ഫലിച്ചത്. വിശുദ്ധ ഹദീസിൻ്റെ കിതാബുകളിലും അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ താളുകളിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റണ എത്രയെത്ര സ്വപ്നങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ബദറിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയായ ആത്തിക്ക എന്നവരൊരു സ്വപ്നം കാണുന്നുണ്ട്. എന്താ സ്വപ്നം എന്ന് വെച്ചാൽ, മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അബൂ ഖുബൈസ് മലയുടെ മുകളിൽ ഒരു യാത്രക്കാരൻ ഇങ്ങനെ കയറി നിന്നിട്ട് അയാൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കക്കാരോട്, മക്കക്കാരെ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകുന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾ നാമാവശേഷമായി പോകുന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് നിങ്ങൾ പോണില്ലേ? എന്താ ചോദ്യം? 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാതാക്കുന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് നിങ്ങൾ പോകുന്നില്ലേ? അത് മാത്രമല്ല, മൂപ്പര് വലിയൊരു പാറ മുകളിൽ നിന്ന് താഴെ കുരുട്ടിയിടുന്നുണ്ട്. അത് താഴേക്ക് വന്ന് പതിച്ചിട്ട് ചിന്നിച്ചിതറി കരിങ്കൽ കഷ്ണങ്ങൾ മക്കയിലെ ഓരോ വീട്ടിലും ചെന്ന് പതിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവർ കണ്ട സ്വപ്നം. ആത്തിക്ക എന്നവർ കണ്ട സ്വപ്നം ഇതാണ്. അങ്ങനെ നേരം വെളുത്തപ്പോൾ മക്കത്തെ പ്രമാണിമാരോട് ഈ സ്വപ്നങ്ങൾ പോയി പറഞ്ഞപ്പോൾ അവർ കളിയാക്കി. എൻ്റെ പൊന്നാത്തിക്ക, നിൻ്റെ കുടുംബത്തിൽ നിന്നൊരു പ്രവാചകനെ കൊണ്ട് തന്നെ ഇപ്പോൾ സഹിക്കാൻ പറ്റണില്ല, ഇതാ ഇപ്പോൾ ഒരു പുതിയ പ്രവാചകയും കൂടെ വന്നിരിക്കുകയാണ്, ഒന്ന് പോയേ പെണ്ണേ ഇല്ലേ? ആത്തിക്ക ബിവി ആത്തിക്ക എന്നവരെ കളിയാക്കി. അപ്പോൾ അബ്ബാസ് എന്നവരുണ്ട്. അപ്പോൾ അന്നൊന്നും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും കുറേ ആളുകളൊന്നും ഇസ്ലാമിലേക്ക് വരാത്ത സമയങ്ങളാണ്. അപ്പോൾ അബ്ബാസ് എന്നവർ പറയുന്നുണ്ട്, ആത്തിക്ക ഇത് പുലരാൻ പോകുന്ന സ്വപ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നീ ഇതാരോടും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ആരും യുദ്ധത്തിന് വരൂല പേടിച്ചിട്ടേ, അപ്പം അതുകൊണ്ട് ഇത് അവിടെ നിൽക്കട്ടെ, നീ സ്റ്റോപ്പ് ചെയ്ത് വെക്ക്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. എന്ത് സംഭവിച്ചു? ബദറിലേക്ക് വന്നു. ഈ പറഞ്ഞ ശത്രുക്കളൊക്കെ ഇല്ലാണ്ടായില്ലേ, നാമാവശേഷമായില്ലേ? അപ്പോൾ ആത്തിക്ക എന്നവർ കണ്ട സ്വപ്നം ഫലിച്ചതായി നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. കണ്ടോ? അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ചില ആളുകൾക്ക് ഫലിക്കുന്ന സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ തന്നെ എത്ര സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ചിലതൊക്കെ ഫലിച്ചിട്ടുണ്ട് അല്ലേ? അവർ ഓരോരുത്തരുടെയും അനുഭവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളെ, അറിയപ്പെട്ട പണ്ഡിതന്മാരെ, അറിയപ്പെട്ട ഖാദിമാരെ, മഹാന്മാരെ, മഹത്തുക്കളെ, സ്വാലിഹീങ്ങളെ, ഔലിയാക്കളെയൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാം? ഇന്ന് മഹാനായ അബ്ദുൽ ഗനിയുൻ നാബൽസി അതുപോലെ തന്നെ ഇബ്നു സിരീൻ റഹിമഹുമുള്ള ഇവർ 2 പേരുടെയും സ്വപ്ന വ്യാഖ്യാനങ്ങളാണ് എടുത്തുദ്ധരിക്കുന്നത്. എൻ്റെ വക ഒന്നും പറയണില്ല കേട്ടോ. ഈ 2 സ്വപ്ന വ്യാഖ്യാനങ്ങൾ മാത്രം നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ദഹബ ഇബ്നു സിരീൻ റഹിമഹുല്ലാ في تفسير رؤية العلماء في المنام على أنها إشارة إلى صلاح حال الحالم والتزامه بطاعة الله. ഒരാൾ ഒരു പണ്ഡിതനെ കണ്ടാൽ, ഒരു ഉസ്താദിനെ കണ്ടു, ഒരു ആലിമിനെ കണ്ടു, നമുക്കറിയുന്ന ഒരു മഹാനായ പണ്ഡിതനെ കണ്ടു, അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ വഴി അയാൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ത്വാഅത്ത് അവന് കിട്ടും. അള്ളാൻ്റെ വഴി, പടച്ചോൻ ഇഷ്ടമുള്ള വഴിയിലൂടെ ആ മനുഷ്യൻ പ്രവേശിച്ച് നന്നാകാനുള്ള സാധ്യതയേറെയാണ്. മൊത്തത്തിൽ ആലിമീങ്ങളെ കാണുന്നത് വളരെ നല്ല സ്വപ്നമാണെന്ന് ഇബ്നു സിരീൻ റഹിമഹുല്ലയെ പോലുള്ളവർ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആലിമിനെ കാണുന്നത്, നിരന്തരം ഒരു ആലിമിനെ കാണുന്നുണ്ട്, അള്ളാൻ്റെ ഔലിയാക്കളെ കാണുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാൻ്റെ ത്വാഅത്തിലേക്ക്, പടച്ചോൻ്റെ വഴിയിലേക്ക് നീ പ്രവേശിക്കാൻ സാധ്യതയേറെയാണെന്നാണ്. ഇനിയോ, മൻ റഅ യുഖബ്ബിലു യദ ആലിമ ദീനി ഫതിൽക നജാതും മിൻ കുല്ലി ശർ. ഒരു ആലിമിൻ്റെ, ഒരു പണ്ഡിതൻ്റെ കൈ ചുംബിക്കുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കണ്ടതെങ്കിൽ എന്താ സംഭവിക്കുക? നിൻ്റെ ജീവിതത്തിലുള്ള ഉപദ്രവങ്ങൾ, പൈശാചിക ബാധകൾ, സിഹറുകൾ, ഐനുകൾ, അങ്ങനെ എന്ത് ഉപദ്രവമാണോ നീ അനുഭവിക്കുന്നത്, എന്ത് ഷർറാണോ നീ അനുഭവിക്കുന്നത്, അതിൽ നിന്ന് അള്ളാഹു നിനക്ക് രക്ഷ നൽകും. സുബ്ഹാനക യാ റബ്ബ്. പണ്ഡിതന്മാരുടെ കൈ ചുംബിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി സ്ത്രീകളോട് പറയട്ടെ, പണ്ഡിതയാണെങ്കിൽ, നിങ്ങൾക്കിടയിൽ നല്ല പണ്ഡിതകളുണ്ടെങ്കിൽ, സ്വാലിഹത്തുകളുണ്ടെങ്കിൽ, സ്ത്രീകളാണല്ലോ, അപ്പോൾ സ്ത്രീകളുടെ കൈ ചുംബിക്കൽ അങ്ങനെ വരുമ്പോൾ അവിടെയും സുന്നത്ത് തന്നെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുപോലും സ്വഹാബത്ത് ചുംബിച്ചതായി ഹദീസിൽ കാണാം. അപ്പോൾ മഹത്തുക്കളെ അങ്ങനെ പരിഗണിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി അബ്ദുൽ ഗനിയ്യൻ നാബൽസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വൽ ഖാദി അൽ മഅറൂഫ്, അറിയപ്പെട്ടൊരു ഖാദി, ഒരു മഹാനായ അറിയപ്പെട്ട ഖാദിയെ സ്വപ്നം കണ്ടാൽ യുഅവ്വിലു ബിത്തബീബ്, ഒരു ഡോക്ടറുടെ സ്ഥാനത്താണത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാകാനുള്ള കാര്യങ്ങളാണ്. ഒന്ന് ചിലപ്പോൾ നമ്മുടെ കൽബിൻ്റെ രോഗങ്ങളായിരിക്കാം,
കൽബിൻ്റെ രോഗങ്ങളുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റാത്തത്. അപ്പോൾ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന രോഗങ്ങൾ, സാധാ നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളൊക്കെ മാറാൻ സാധ്യതയേറെയാണ്. മാരക രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അറിയപ്പെട്ടൊരു കാളിയെ സ്വപ്നം കാണുന്നത് അത് ആ രോഗം മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് അത്രേ. അതുപോലെ തന്നെ മറ്റത് വഖദ് യകൂനു ഹുവ ബിഐനി, മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അറിയപ്പെട്ടൊരു കാദിയെ കണ്ടാൽ അത് അദ്ദേഹത്തെ തന്നെയാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് ചെയ്ത് അദ്ദേഹം അറിയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ലഭിക്കാനും സാധ്യതയേറെ. ചില ഔലിയാക്കളായ വലിയ മഹാന്മാരായ കാളിമാരെയൊക്കെ സ്വപ്നം കണ്ടാൽ അവരെ തന്നെ കാണുന്നത് പോലെയാണ് എന്ന് മഹാനായ അബ്ദുൽ ഗനി അന്നാബൽസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇനി ഇബ്നു സീരിൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, അൽ ഖാലി അൽ മജ്ഹൂൽ, അറിയപ്പെടാത്ത മഹാനായ ഒരു ഖാലി, അറിയപ്പെടാത്ത മഹാനായ ഒരു പണ്ഡിതനെ, ഒരു ഖാലിയെ സ്വപ്നം കണ്ടാൽ ഹു അല്ലാഹു തആല, അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹു തന്നെയാണ്, അള്ളാഹനെ കാണുന്നത് പോലെയാണ്. അവിടെ അങ്ങനെ ഒരു പ്രതിഫലമാണ് നിനക്ക് ലഭിക്കുക എന്നത് വ്യാഖ്യാനമായി ഇബ്നു സീരിൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇനിയോ മൻ റഅ അന്നഹു തഹവ്വല ഖാദിയൻ ഔ ഹകമൻ ഔ സാലിഹൻ ഔ ആലിമൻ ഫഇന്നഹു യുസീബു റിഫഅതൻ വദിക്റൻ ഹസനൻ വസുഹ്ദൻ വഇൽമ. ഒരു അറിയപ്പെട്ട ഖാദിയെ, അല്ലെങ്കിൽ ഒരു മഹാനെ, അല്ലെങ്കിൽ ഇസ്ലാമികപരമായി വിധി പറയുന്നൊരു ജഡ്ജിയെ, അല്ലെങ്കിൽ ഒരു സ്വാലിഹായ ഒരു ഔലിയാക്കളിൽപ്പെട്ട ആളെ, അല്ലെങ്കിൽ ഒരു ആലിമൻ, അല്ലെങ്കിൽ ഒരു മഹാനായ പണ്ഡിതനെയൊക്കെ നമ്മൾ സ്വപ്നം കണ്ടാൽ വെറുതെ കാണുകയല്ല, അവരുമായിട്ട് ഇടപഴകുന്ന രീതിയിൽ അവരോട് നിനക്ക് ബന്ധമുണ്ട്, അവർ നിന്നെ തിരിച്ചറിയുന്നുണ്ട്, നീ അവരെ തിരിച്ചറിയുന്നുണ്ട്, അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപഴകുന്ന അവരൊരു ഹാദിമെന്നോണം അവരോടൊപ്പം നിൽക്കുന്ന ഒരു സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നിനക്ക് ഉയർച്ച തരും, ഉന്നതി തരും. അതുപോലെ തന്നെ ദിക്റൻ ഹസന, ജനങ്ങൾക്കിടയിൽ നല്ല ഖ്യാതി നൽകും, നിന്നെ അങ്ങോട്ട് അറിയപ്പെടുത്തും. അതുപോലെ തന്നെ വസുഹുദൻ, പ്രപഞ്ച പരിത്യാഗം തരും. പ്രപഞ്ച പരിത്യാഗം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതിരിക്കലല്ല, അതായത് പൈസ ഉണ്ടായിരിക്കെ പണം നിന്നെ സ്വാധീനിക്കാതിരിക്കലാണ്. പണമുണ്ടായിരിക്കെ കൽബ് പണത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടില്ല, കൽബിൽ അല്ലാഹ് തന്നെയാണ്, പണമൊന്നും നിൻ്റെ കൽബിനെ മാറ്റിമറിച്ചിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നിനക്ക് സുഹദ് അല്ലാഹു തരും. അതുപോലെ തന്നെ ഇൽമ, നല്ല അറിവും പടച്ചോൻ തരും, നല്ല അറിവും തരും. ഇനി നിങ്ങളെന്താണ് ഫഇല്ലം യകുൻ ലിദാലിക അഹ്ലൻ, ഈ പറഞ്ഞ അറിവ് സ്വീകരിക്കാൻ മാത്രമുള്ള ക്വാളിറ്റി നിങ്ങൾക്കില്ല എങ്കിൽ, ഈ സ്വപ്നം ഒരാൾ കണ്ടു, അയാൾക്ക് അറിവൊക്കെ പഠിക്കാൻ പറ്റിയ അത്ര വിശാലമായ മനസ്സുണ്ട്, ഒരു ആലിമെന്ന നിലക്ക് അറിയപ്പെടാനൊക്കെ പറ്റിയ ആളാണ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി അങ്ങനെയൊന്നുമല്ല, ഇൽമ സ്വീകരിക്കാൻ പറ്റിയൊരു മനസ്സല്ല, പക്ഷേ അയാൾ ഇങ്ങനെ അറിയപ്പെട്ട പണ്ഡിതന്മാരുമായിട്ട് ഇടപഴകുന്ന രീതിയിലുള്ള സ്വപ്നം കണ്ടു. അപ്പോൾ എന്താ സംഭവിക്കുക? ഫഇന്നഹു യുബ്തല ബി അംരിൻ ബാത്തിൽ, കളവായ ഒരു കാര്യം കൊണ്ട് അവനെ പരീക്ഷിക്കപ്പെടും. അതായത് സംഭവം കള്ളത്തരായിരിക്കും, അവൻ ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു കുറ്റത്തിൻ്റെ മേൽ ഇവൻ ആരോപിക്കപ്പെടും, അങ്ങനെ ഇവനെ പരീക്ഷിക്കും. ഒരു ചീത്തപ്പേര് ഇവൻ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ ഇവൻ്റെ മേലിങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും? അവസാനം ഈ പരീക്ഷണത്തിൽ ഇവൻ തന്നെ ജയിക്കുകയും ചെയ്യും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഈ ഇൽമു സ്വീകരിക്കാൻ മാത്രം യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ ഇവൻ ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ മേൽ ഇവൻ ആരോപിക്കപ്പെടും, ആ ആരോപണം കൊണ്ട് ഇവൻ പരീക്ഷിക്കപ്പെടും, ആ പരീക്ഷണത്തിൽ ഇവന് തന്നെയായിരിക്കും അവസാന വിജയം. വല്ലാഹു അലം. ഇനി ഒരു സ്വപ്ന വ്യാഖ്യാനം കൂടെ നമുക്ക് നോക്കാം. മൻ റഅ വജ്ഹൽ ഖാലി മുസ്തബ്ശിറൻ സലിഖൻ ഫഇന്നഹു യനാലു ബശറൻ വസുറൂറാ. ഒരു ഖാലിയെ, അദ്ദേഹം ഒരു പണ്ഡിതനെ, അദ്ദേഹം പുഞ്ചിരിക്കുന്നതായി, അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖമാണ് നമ്മൾ സ്വപ്നം കണ്ടത്. ചിലപ്പോൾ ഹബീബ് അലി ജിഫ്രി തങ്ങളെ, ഉമർ ഹഫീദ് തങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ, സമസ്തയുടെ ഉലമാക്കളെ, ഏത് വിഭാഗം ആയിക്കോട്ടെ, നമ്മൾ ആലിമീങ്ങളെ നമ്മൾ സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ ചിരിക്കുന്നവരുടെ പൂവധനമാണ് കാണുന്നതെങ്കിൽ അതെന്താണ്? നിൻ്റെ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും വന്നു ചേരും അത്രേ. അവരുടെ ചിരിക്കുന്ന മുഖം കണ്ടാൽ നിൻ്റെ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും സമാധാനമൊക്കെ വന്നു ചേരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പണ്ഡിതന്മാരെ, മഹത്തുക്കളെ, ഔലിയാക്കളെ, സ്വാലിഹ്യങ്ങളെ സ്വപ്നം കാണൽ വളരെ നല്ല കാര്യമാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഒരിക്കലും നഷ്ടമല്ല. കണ്ടവരൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നമുക്കെല്ലാവർക്കും അത്തരം നല്ല കാഴ്ചകൾ കാണാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഒരു സ്വഹാബി 1000 ഒട്ടകം, അതിനു മുകളിലുള്ള സമ്പത്ത് മദീനയിൽ കൊണ്ടുവന്ന് ദാനം ചെയ്തു അല്ലേ? യഥാർത്ഥത്തിൽ അവരാണ് സാഹിദീങ്ങൾ. സമ്പത്ത് ഒരുപാടുണ്ട്,
സമ്പത്ത് മൊത്തം കളഞ്ഞിട്ടൊന്നുമില്ല, സമ്പത്ത് ഒരുപാടുണ്ട്, വലിയ കച്ചവടക്കാരാണ്. പക്ഷേ ആ സമ്പത്ത് അവരുടെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല. അവരിപ്പോഴും അള്ളാഹിൻ്റെ അടിമയാണ്, സമ്പത്തിൻ്റെ അടിമയായിട്ടില്ല. അല്ലേ? അത് ആരാണ്? സ്വഹാബി ആരാണ്? മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര് എന്താണ്? ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേര് എന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു സ്വീകരിക്കട്ടെ. വൈകുന്നേരം 7:15 മജ്ലിസിൽ വളരെ കുറച്ച് ആളുകൾ കയറിയിട്ടുള്ളൂ. കൃത്യമായിട്ട് അത് പങ്കെടുക്കാം. മുത്തുനബി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനരാത്രങ്ങളല്ലേ. അപ്പോൾ മനോഹരമായി ആ ദിക്റുകൾ, ആ സ്വലാത്തുകളൊക്കെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പങ്കെടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. തിങ്കളാഴ്ച പകലും കൂടെ ആണല്ലോ. ആ മൗലിദും ആ സ്വലാത്തൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നേ. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം 7:15 മജ്ലിസിൽ പങ്കെടുക്കണം കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാവും. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. 2 വരി മുത്തുനബി തങ്ങളുടെ ബൈത്ത് നമുക്ക് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. بشهر ربيع قد بدا نوره الأعلى فيا حبذا بدر بذاك الحيما يجلى الله 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 عليه توكلوا أنارت به الأكوان شرقا ومغربا وأهل السماء قالوا له مرحبا أهلا الله 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 عليه توكلوا وألبس ثوب النور عزا ورفعة فما مثله في خلعة الحسن يستجلى الله 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 عليه توكلوا ولما رآه البدر حار لحزنه وشاهد منه بهجة تسلب العقلا الله 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 عليه توكلوا وأطفئ نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى الله 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 عليه توكلوا آيا مولد المختار جدت شوقنا إلى خير مبعوث جليل حوى الفضل صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وسعدا مقيما بافتخار بمولدي
له خبر عن حسنه أبدا يتلى صلاة وتسليم على المصطفى المختار خير البرية سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به شملا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية عليه صلاة الله محبة الصبا وما صار حاد نياقيل المعلى صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല, നീ ഖായിബാക്കല്ലയല്ല. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് അഭയമായി ഒരാളില്ല തമ്പുരാനെ. പടച്ചവനെ, ഈ സ്വബാഹുൽ ഖൈർ രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് നല്ല മനസ്സോടെ ഈമാനോടെ ഇഖ്ലാസോടെ ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, ചെറിയ കുട്ടികളടക്കം ഈ സദസ്സിൻ്റെ മുമ്പിലുണ്ടല്ല. പലരും കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന് ഈ സദസ്സ് വീക്ഷിക്കുന്നുണ്ട്. അല്ലാ, നീ ആ കുടുംബത്തിലൊക്കെ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നീ ഖൈർ നൽകണയല്ല, പ്രയാസങ്ങൾ അകറ്റണയല്ല, മനക്ലേശങ്ങൾ നീക്കണയല്ല. ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, അവരുടെ സാമ്പത്തിക, ശാരീരിക, മാനസികമായ വിഷയങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണയല്ല. റഹമുറാഹിമായ റബ്ബേ, കുടുംബത്തിൽ ഐക്യം നിലനിർത്തണയല്ല, പൊന്നുമക്കളെ നന്നാക്കണയല്ല. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട്. യാ റബ്ബന, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പ്രവാസ ലോകത്ത് ജോലിക്ക് പോയി ജോലി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞവർ ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. ഇഖാമക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ നീ എളുപ്പമാക്കണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബെ, ഖൈറായ ജോലിക്ക് വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്ന പ്രവാസികളും അല്ലാത്തവരും എല്ലാവർക്കും ഖൈറായ തൊഴിൽ നീ നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമായ റബ്ബെ, കടങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. ഗർഭിണികൾ ധാരാളമുണ്ട്, പ്രയാസങ്ങൾ നീക്കി സുഖപ്രസവം നൽകണയല്ല. വിവാഹപ്രായം എത്തിയവരുണ്ട്, കാത്തിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ. യാ റബ്ബന, നല്ല റാഹത്തായ കുടുംബജീവിതം ഹൈറായ ഇണകളിലൂടെ നീ നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബെ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ കുടുംബത്തിൽ സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും ഇന്ന് മണ്ണിനടിയിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മുത്ത് നബിയുടെ തിരുനോട്ടം കബറിലേക്ക് നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബെ, നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാ. ഒരുപാട് മാതാപിതാക്കൾ, പ്രായം ചെന്നവർ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. യാ റബ്ബന, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബെ. ഈമാൻ സലാമത്താക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഒരുപാട് അസുഖബാധിതർ ഞങ്ങൾക്കിടയിലുണ്ട്. എല്ലാവർക്കും ആജിലും കാമിലുമായ ശിഫാ നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കുടുംബസമേതം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മഹത്തുക്കളായ ഞങ്ങളുടെ ഉലമാക്കളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.